ഈ സുജയ് ഇതിനിടയ്ക്ക് SIR എന്ന് പറയുന്നുണ്ടായിരുന്നു. SIR ഇത് തമ്മിൽ എന്താ ബന്ധം? SIR-ന്റെ കാര്യത്തിൽ വോട്ടർ പട്ടികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക അല്ല SIR-ന് ഇപ്പോൾ വിഷയമാകുന്നത്. ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞു. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴുള്ള SIR-മായി ഈ തദ്ദേശ വോട്ടർ പട്ടികയ്ക്ക് ഒരു ആരും പറഞ്ഞില്ലല്ലോ. പിന്നെ താങ്കൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു എനിക്ക് പറയാനുള്ള ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കണം. അതായത് കേരളത്തിലുള്ള 25,000-ഓളം അനുഭവിക്കുന്ന ആരാണ് BLO-മാരെ സമ്മർദ്ദത്തിലാക്കുന്നത്? പറയൂ, ആരാണ് BLO-മാരെ സമ്മർദ്ദത്തിലാക്കുന്നത്? അതല്ലല്ലോ, രണ്ടും രണ്ടല്ലേ ഞാൻ പറഞ്ഞത്. പ്രേക്ഷകർ തെറ്റിദ്ധരിപ്പിക്കുന്നത് SIR ഒന്ന്, തദ്ദേശ വോട്ടർ പട്ടിക ഒന്ന്. SIR-ൽ സമ്മർദ്ദവും ഇപ്പോഴുള്ള വിനുവിന്റെ വിഷയം തമ്മിൽ ഒരു ബന്ധവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പിന്നെ അതാ ഞാൻ ചോദിച്ചത്, അത് ഒരു ബന്ധവുമില്ലാത്തൊരു കാര്യം പറയാണ്. BLO-മാരുടെ സമ്മർദ്ദം, അങ്ങനെയാണ് താങ്കൾ BLO-മാരുടെ എന്റെ ചോദ്യം ഇതാ, BLO-മാരുടെ സമ്മർദ്ദത്തിന്റെ കാരണം എന്താ? പറയൂ. ഞാൻ പറഞ്ഞത്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു VM വിനു അത് കോൺഗ്രസിനോ CPM-നോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. കാരണം വോട്ടുള്ള ഒരാൾക്കാണല്ലോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയുക. ഞങ്ങൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യില്ല എന്ന് പറഞ്ഞ് കൈകെട്ടിയിരുന്നിട്ടുണ്ടെങ്കിൽ മത്സരിക്കാൻ കഴിയില്ല. അത്രേ ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, കേരളത്തിലുള്ള ഒരാളും ഞങ്ങൾ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്യൂമറേഷൻ ഫോം കൊണ്ടുതരേണ്ട രീതിയിൽ സംശയങ്ങൾ തീർത്ത് തന്നാൽ ചെയ്തു തരാം. അബദ്ധ പഞ്ചാംഗമായിരിക്കുന്ന എന്യൂമറേഷൻ ഫോമുമായിട്ട് ഒരു 1400-ഓളം എന്യൂമറേഷൻ പാവപ്പെട്ട BLO, ഞാൻ തന്നെ പറഞ്ഞത്, ഇന്നലെ ഞാൻ വ്യക്തമായി പറയുന്നു, താങ്കൾ തന്നെ ഒന്ന് വിശദീകരിക്കും. താങ്കൾ തന്നെ വിശദീകരിക്കാൻ ബുദ്ധിമുട്ടും, എനിക്ക് ഉറപ്പാണ്. രണ്ടാമത്തെ കോളത്തിൽ എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് ഒരു പിടിയില്ല ഒരാൾക്ക്. എന്താ പറയുക? രണ്ടാമത്തെ കോളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? SIR-ന്റെ ഈ മുൻപത്തെ കോളത്തിലുള്ളവരുടെ ബന്ധു പൂരിപ്പിക്കണമെന്ന്. എന്താണ് അർത്ഥം? ബന്ധു പൂരിപ്പിക്കണമെന്നല്ല. 2002 മുമ്പ് ഞാൻ 2002 പേര് ആ എന്യൂമറേഷൻ ഫോമിൽ അങ്ങനെ ഉണ്ടോ? 2002 ശേഷം രണ്ടാമത്തെ പറയാം, ഞാൻ വായിക്കാം. മുൻകോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ. എന്റെ പേര് സുജയ പറഞ്ഞു, എന്റെ അച്ഛന്റെ പേര് സതീഷ് ബാബു. ഞാൻ ആര് പറഞ്ഞു? അങ്ങനെയാണോ അതിനർത്ഥം? അതായത് വോട്ടറുടെ ബന്ധുവിന്റെ വിശദാംശങ്ങളാണ്. വോട്ടറിന്റെ ബന്ധു, അതായത് 2002 മുമ്പ് എന്റെ അച്ഛനെ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുള്ളൂ. അതിനു മുമ്പ് പറയൂ, എന്താണ് 5 സുജയ പറഞ്ഞു വെക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയപ്പെടില്ല. നരേന്ദ്രമോദിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് ഞങ്ങളല്ല പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷനാണ് ആ എന്യൂമറേഷൻ ഫോമിന്റെ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് സാധാരണക്കാരന് വായിച്ചാൽ മനസ്സിലാവാത്തതാണ്. അതാണ് ആ ഫോമിൽ, അതാ ഞാൻ പറഞ്ഞത്, 2002 മുമ്പ് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവർ പൂരിപ്പിക്കേണ്ടത് എന്നൊരു ഭാഗം അതിനകത്തുണ്ടോ? ഉണ്ടോ? ഇതെങ്ങനെ മനസ്സിലാക്കും? ഇത് BLO-യോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ. ആയിക്കോട്ടെ, എന്റെ ചോദ്യം ഇതാണ്. 2002 മുമ്പ് എനിക്ക് 18 വയസ്സില്ലാത്തതുകൊണ്ട് ഞാൻ പട്ടികയിലില്ല. അതല്ല, നിങ്ങൾ 2002 പട്ടികയിൽ ചേർന്നിട്ടില്ലെങ്കിൽ പോലും, നിങ്ങൾ 2002 പ്രായപൂർത്തിയായവരാണെങ്കിൽ പോലും 2002 ചേർന്നിട്ടില്ലെങ്കിൽ, പക്ഷേ ഇത് എങ്ങനെയാണ് ഒരാൾ വായിച്ചു മനസ്സിലാക്കുക? മുൻകോളത്തിൽ അവസാന SIR-ൽ പേര് നൽകിയിരിക്കുന്ന വോട്ടറിന്റെ ബന്ധുവിന്റെ വിശദാംശങ്ങൾ ഞാൻ തന്നെ പൂരിപ്പിക്കും. അതല്ല, അത് ആരാണ് പൂരിപ്പിക്കേണ്ടത്? മനസ്സിലായില്ല. 2002 മുമ്പിൽ ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളല്ലേ പൂരിപ്പിക്കേണ്ടത്? പേരില്ലാത്ത അതല്ലേ 2002 മുമ്പ് എന്റെ പേരില്ലല്ലോ.
അപ്പൊ ആദ്യത്തെ കോളത്തിലോ ഏതാണ് അവസാന SIR-ന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട വോട്ടറുടെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവസാന SIR എന്ന് പറയുന്നത് 2002-ലാണ്. 2002 വോട്ടർ ആണെങ്കിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഉൾപ്പെട്ട വോട്ടറാണ്. ഇത് ചോദിച്ചാൽ മനസ്സിലാവില്ലേ? താങ്കൾക്ക് അറിയില്ല. എന്നോട് ചോദിച്ചാൽ ഞാൻ അതുകൊണ്ടാണ് സുജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ ഇല്ലാത്തയാൾ പൂരിപ്പിക്കേണ്ടത് എന്നൊരു ഭാഗം താങ്കൾ കാണിച്ചു തരാമോ? താങ്കൾ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഇട്ട് ഒരു ഫോം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഫോം സെൽഫ് എക്സ്പ്ലനേറ്ററി അല്ല. ആര് പറഞ്ഞു? താങ്കൾക്ക് മനസ്സിലാവില്ല. താങ്കൾക്ക് മനസ്സിലാവാത്തത് കുഴപ്പമില്ല. എനിക്ക് മനസ്സിലാവാത്തതല്ല, സാധാരണക്കാരായ അതെന്താണെന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഫില്ല് ചെയ്ത് എങ്ങനെ കൊടുക്കുക? ഏതാ ഫില്ല് ചെയ്ത്? ഇതാണോ ഫില്ല് ചെയ്ത്? ഞാൻ ഈ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഏത് കോളമാണ് ഫില്ല് ചെയ്ത് സുജയ? ഇതിനകത്ത് എന്റെ BLO കൃത്യമായിട്ട് എനിക്ക് അതിനായി വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ എന്യൂമറേഷൻ ഫോം ഒരാളുടെ കയ്യിൽ കൊടുത്താൽ അയാൾക്ക് സ്വന്തമായിട്ട് ഫില്ല് ചെയ്യാൻ പറ്റില്ല എന്ന് സുജയ് തന്നെ സമ്മതിച്ചു. അത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പിണറായി സർക്കാരിനെ ഇങ്ങനെ ഓശാന പാടുന്നത്? സർക്കാരാണല്ലോ സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സർക്കാർ മാത്രമല്ലല്ലോ, കോൺഗ്രസ് പോയല്ലോ. എന്നാ ശരി, അവർക്കെല്ലാം വേണ്ടി എന്തിനാണ് ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പിണറായി സർക്കാർ വെറുതെ ഇല്ലാത്ത എനിക്ക് ഒറ്റ വാദമേ ഉള്ളൂ. തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പറയട്ടോ, ഒരു വോട്ടറുടെ കയ്യിൽ എന്യൂമറേഷൻ ഫോം കിട്ടിയാൽ ആ എന്യൂമറേഷൻ ഫോം BLOയുടെ സഹായമില്ലാതെ പൂരിപ്പിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതായിരുന്നു എന്റെ ചോദ്യം. സുജയ് തന്നെ പറഞ്ഞു അത് BLOയോട് ചോദിക്കണം. സംശയം വരുന്നതിന്റെ കാരണം ഞാൻ പറഞ്ഞത് 2002 മുമ്പ് ഉള്ളവർ പൂരിപ്പിക്കേണ്ടത്, 2002 പേരില്ലാത്തവർ പൂരിപ്പിക്കേണ്ടത്, അങ്ങനെയൊന്നും അല്ല അതിനകത്ത് എഴുതിയിരിക്കുന്നത്. മൊത്തം അബദ്ധ പഞ്ചാംഗമാണ് ഒന്നത്. രണ്ട്, ഈ BLOമാർക്ക് ഈ തീയതി നിശ്ചയിച്ചു കൊടുത്ത് 2 വർഷം കൊണ്ട് നിശ്ചയിച്ച SIR 30 ദിവസത്തെ മാത്രം സമയം കൊടുത്ത് ഈ പൂരിപ്പിക്കാൻ സമ്മർദ്ദം കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ അല്ലേ? ആ ഇലക്ഷൻ കമ്മീഷൻ BLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നു എന്ന് പറയുമ്പോൾ പറയാണ് നരേന്ദ്രമോദി കുറ്റം പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ വാചകം എടുത്തു നോക്കാം ഡോക്ടർ അരുൺ. താങ്കൾ എന്താണെന്നും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദി എങ്ങനെ വരും? ഞാൻ ഇലക്ഷൻ കമ്മീഷനെ നരേന്ദ്രമോദിയാണ് കുറ്റം പറയുന്നത്. കുറ്റം പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സുജയ് തന്നെ കമ്മീഷനും ഇത് നോക്കൂ. നിങ്ങൾക്ക് അറിയാത്ത നരേന്ദ്രമോദിയും തമ്മിൽ രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഞാനും ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞത് സുജയ പാർവതിയാണ്. അതിലൂടെ വ്യക്തമാകുന്നത് എന്താണ്? ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ അന്നത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ തന്നെ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്നത്തെ രാത്രിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഡോക്ടർ അരുൺ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു ജ്ഞാനേഷ് കുമാർ കൊണ്ടുവന്ന് കൊടുത്ത വിജയമാണെന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. മാൻ ഓഫ് ദ സീരീസ് ജ്ഞാനേഷ് കുമാർ കോൺഗ്രസിന്റെ പരാജയമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ജ്ഞാനേഷ് കുമാറിനെ കുറിച്ച് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ കാര്യം പൊള്ളുക. ചോദ്യം സുജയ് തന്നെ പറഞ്ഞു പറയാതെ എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. സുജയ് തന്നെ പറയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാരിന്റെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അല്ല ഇലക്ഷൻ കമ്മീഷൻ. അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. അത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ഡിപ്പാർട്ട്മെന്റ് ആക്കിയില്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വരുന്ന കണക്കുകൾ മാത്രമല്ല 30 ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ ആവശ്യമുള്ള കാര്യം തന്നെ പറയുന്നത്. പറഞ്ഞുകൊണ്ടിരുന്നു. വ്യാജ പ്രചാരണമാണെങ്കിൽ അതാണ് വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ രാഷ്ട്രീയമായ ആരോപണമാണ്. ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, ഈ NGO സംഘിൽപ്പെട്ടവര് പരാതി കൊടുത്തില്ലേ? ഈ സമ്മർദ്ദത്തിൽപ്പെട്ട NGO സംഘിൽപ്പെട്ടവര് പരാതി കൊടുത്തില്ലേ? NGO സംഘം എന്താ നരേന്ദ്രമോദിയുടെ പാർട്ടിയുടെ വിഭാഗത്തിൽപ്പെട്ടവരല്ലേ? എന്താ NGO സംഘം പരാതി കൊടുത്തതിനെ പറഞ്ഞല്ലോ. NGO സംഘിൽപ്പെട്ട ആൾക്കാർ പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ അടക്കമുള്ളവർ പുനരാലോചിക്കണം. പറഞ്ഞു. അപ്പോൾ സുജയ് പറയുന്നു ഇത് നരേന്ദ്രമോദിയെ കുറ്റം പറയാൻ വേണ്ടിയാണ്. നരേന്ദ്രമോദി അല്ല വിഷയം, തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിഷയം. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നതാണ് വിഷയം. അപ്പൊ വോട്ട് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 4 പേർ നോ.